ഹലോ, നമ്മൾ ഇന്നിവിടെ ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അവർ പ്രധാനമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഐറ്റത്തിൽ ഒന്നാണ് അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ നാളെ തിരിച്ചു പോവുകയാണ്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ബീഫ് അച്ചാർ. അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഇത്. അപ്പം 2 കിലോ ബീഫാണ് ഞങ്ങൾ വാങ്ങിച്ചത്. 1 കിലോ വെളുത്തുള്ളി, അതുപോലെ തന്നെ 1/2 കിലോ വീതം പച്ചമുളക്, അതുപോലെ ഇഞ്ചി, ബാക്കി അതിന് അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ. വെളുത്തുള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ബീഫ്, നമ്മൾ 2 കിലോ ബീഫ്, 2 ടീസ്പൂൺ വീതം മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചു. അപ്പം അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മറ്റേ അടുപ്പിൽ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഇപ്പം വെളുത്തുള്ളി നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വഴറ്റിക്കൊണ്ട് വെച്ചാൽ നല്ലപോലെ ഒന്ന് വാടണം ഇത്. അപ്പം അത് കഴിഞ്ഞു, അത് മാറ്റി വെച്ചു. അപ്പോൾ അതാ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് 1/2 കിലോ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പം നിങ്ങൾക്ക് ഏത് മുളകാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും. അപ്പോൾ നമ്മൾ നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ അത് നല്ലപോലെ ഒന്നിങ്ങനെ വഴറ്റി എടുക്കുക. അപ്പം ഇതൊരു ഏകദേശം ഒരു നല്ലപോലെ ഉടഞ്ഞ് ഇങ്ങനെ ഒരു നല്ലൊരു ഗോൾഡൻ കളർ പോലത്തെ ഒരു കളറിലായി കിട്ടും. അതിനുശേഷം നമ്മൾ കറിവേപ്പില, അതിനുശേഷം ഇഞ്ചി നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇങ്ങനെ ഒരു 1/2 കിലോയോളം വരും അതും. അപ്പോൾ അതും ഇട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം ഇതിനിടയിൽ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. ചിലപ്പോൾ അത് എഡിറ്റ് ചെയ്തപ്പോൾ പോയോന്ന് അറിയില്ല. SPB സാറിൻ്റെ പാട്ടാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അൻസല ഗ്രേറ്റ് ഫാനാണ്. അപ്പം അൻസലാണ് ബീഫിൻ്റെ പ്രധാന ആൾ കേട്ടോ, ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന ആൾ. ഇന്ന് ആദ്യകുട്ടിന് പനിയായതുകൊണ്ട് എനിക്കൊന്നും കാര്യമായിട്ട് സഹായിക്കാൻ പറ്റിയില്ല. സിസ്റ്റർ കൂടെ തന്നെയുണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബീഫ് അച്ചാർ നമ്മൾ കുറച്ചൊരു സമയം സ്പെൻഡ് ചെയ്യണമെന്നുള്ളൂ. നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ബീഫ് അച്ചാർ. നമ്മൾ വെന്ത ബീഫ് ഇതാ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇതിനെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണയിലാണ് ഫുൾ നമ്മൾ പിന്നെ പാചകം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അച്ചാർ പാക്ക് ചെയ്യുന്ന സമയത്തും അതിൻ്റെ മുകളിൽ നമ്മൾ നല്ലെണ്ണ വെച്ചിട്ടാണ് സീൽ ചെയ്യുന്നത്. ഓയിൽ സീലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ പാട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പാട്ടൊക്കെ ആയിട്ട് മനസ്സിലിങ്ങനെ അതിനെ ഒന്ന് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്തൊരു കാര്യം തന്നെയാണ് ബീഫ് അച്ചാർ എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാ അച്ചാറും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചൊരു ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് നമ്മളിങ്ങനെ 2 ട്രിപ്പ് നമ്മളിട്ട്, 2 കിലോ ഉണ്ടല്ലോ, 2 ട്രിപ്പുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ വറുത്ത് കോരി നമ്മൾ മാറ്റി വെക്കണം. പിന്നെ എരിവ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, എന്നാലാണ് മനസ്സിലാവുള്ളൂ. പിന്നീട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അതേ എണ്ണയിൽ തന്നെ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ വറുത്തത് നമ്മൾ ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി എടുത്തു. ഇതിനിടയിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ശ്രമത്തിലാണ് സിസ്റ്റർ. ഇതിനിങ്ങനെ വഴറ്റുന്നതിൻ്റെ ഇടയിൽ ആ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കി ആ എണ്ണയിലൊന്ന് സെറ്റാക്കി എടുക്കും. എല്ലാം കൂടിയും ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് നമ്മളിപ്പോൾ തന്നെ ബീഫൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതാണ് നമ്മുടെ കൂടെ ഇടാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പാത്രം നല്ലപോലെ കഴുകി എടുത്തിട്ട് നമ്മൾ ഈ മസാല ഒന്ന് ചൂടാക്കണം. ഫൈനൽ ടച്ചപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. മുളക് പൊടി ഇടുമ്പോൾ നിങ്ങൾ കുറച്ച് കാശ്മീരി, കുറച്ച് മുളക് പൊടി ഓരോ സ്പൂൺ വീതം ഇട്ടാൽ മതി. ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് അതിനകത്തൊന്ന് മൂപ്പിച്ചെടുക്കുക നമ്മൾ പറയില്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ അച്ചാർ പൊടി ഞങ്ങളൊരു ചെറിയ പാക്കറ്റ്, അതിൻ്റെ ഒരു പകുതിയോളമൊക്കെ അച്ചാർ പൊടി ഇടുകയുള്ളൂ. സാധാരണ ഞങ്ങൾ അച്ചാർ പൊടി മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അച്ചാർ പൊടി യൂസ് ചെയ്ത് തുടങ്ങി. ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ പിന്നെ കുറച്ചൊന്ന് തണഞ്ഞതിന് ശേഷം നമ്മൾ ഈ വിനാഗിരി ഒരു 1/2 കുപ്പി, അതായത് 1 ലിറ്ററിൻ്റെ പകുതിയോളം നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. 1/2 ലിറ്ററോളം നമ്മളത് ഒഴിച്ച് ഇങ്ങനെ സെറ്റപ്പായിട്ട് ഗൾഫിൽ പോകുന്ന രീതിയിൽ ഒന്ന് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടത്തിലെ ചെറിയ ടിന്ന് വെളുത്തുള്ളി നാരങ്ങ അച്ചാറാട്ടോ. പിന്നെ ഇത്രയും നമ്മൾ വീട്ടിൻ്റെ ആവശ്യത്തിനേക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു.